ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫെബ്രുവരി കളക്ഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ സോണി മനോജ്. ഞങ്ങളുടെ സ്ഥലം മമ്പാട് എന്ന് പറഞ്ഞാൽ നിലമ്പൂരിനോട് അടുത്താണ് കേട്ടോ ഈ മമ്പാട് എന്ന് പറഞ്ഞ സ്ഥലം. പിന്നെ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും സുഖമാണല്ലോ അല്ലേ? ഞങ്ങൾക്കും സുഖമാണ്. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പതിവ് പോലെ ഇന്ന് റണ്ണിങ് മെറ്റീരിയൽസ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ ഫ്രൈഡേ വീഡിയോ ആണ് അല്ലേ? ഫ്രൈഡേ വീഡിയോയിൽ 11:30 തന്നെ നമ്മളെന്നും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് കാണുക വീഡിയോ. എന്നിട്ട് എൻക്വയറി നമ്മൾ വാട്സപ്പിലാണ് കേട്ടോ. വാട്സപ്പിൽ വെച്ചാൽ 2 നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഒന്നിനകത്തോട്ട് നിങ്ങളുടെ എന്താണ് ക്ലോത്ത് വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് അയക്കുക. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നതെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണം. മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പർച്ചേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഈ മാറ്റുന്നതിൻ്റെ ഇടയിൽ കൂടെ പറയാം. പർച്ചേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏത് ക്ലോത്ത് ആണ് ഇഷ്ടപ്പെടുന്നത്, അതായത് ഇതാണെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് വാട്സപ്പ് നമ്പർ ഉണ്ട് 2 അതിനകത്തോട്ട് ഏതിനകത്തോട്ടേലും ഒന്നിനകത്തോട്ട് അയക്കുക കേട്ടോ. എത്ര മീറ്ററാണ് വേണ്ടിയെന്ന് കൂടെ പറയുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി പ്രൊസീജിയേഴ്സ് ഇവർ ഇവിടുന്ന് നോക്കിക്കോളും കേട്ടോ. അപ്പോൾ ഇതാ നല്ല അടിപൊളി ക്ലോത്താണ്, കോട്ടൻ്റെ. കഴിഞ്ഞ ദിവസം ഒന്നും കൊണ്ടുവന്നിട്ട് തികയാത്ത ക്ലോത്താണ്. അപ്പോൾ ഒരുപാട് പേര് എൻക്വയറി ഉണ്ടായിരുന്നു ഇനി കൊണ്ടുവരുമെന്ന്. അപ്പം നല്ല എനിക്ക് വന്ന് കഴിഞ്ഞ ദിവസത്തെ കുറച്ചും കൂടി ചെറിയ ചെറിയ ഡിസൈനാന്ന് തോന്നുന്നുണ്ട്. അത് തന്നെയാണോ എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പീസ് പോലും നമ്മുടെ കയ്യിലില്ലാത്തതുകൊണ്ട് നോക്കിയില്ല. നമ്മൾ അതിന് തന്നെയാണ് എൻക്വയറി കൊടുത്തേക്കുന്നത്. നമ്മൾ അതിന് തന്നെയാണ് ഓർഡർ കൊടുത്തത്. നല്ല കോട്ടൻ്റെ ക്ലോത്താണ്, കോറ കോട്ടൺ എന്നൊക്കെ പറയത്തില്ല. കുറച്ച് പോലും മിക്സിങ് ഇല്ലാത്ത ഒരു കോട്ടൻ്റെ ക്ലോത്താണ് കേട്ടോ. പ്യുർ കോട്ടൺ ആണ്, നല്ല ഹാർട്ട് ഡിസൈനാണ്. ഇപ്പം നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല മോഡലിൽ ഇതും കൊണ്ട് ഒരുപാട് ഫ്രോക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഡിസൈനാണ്. റെഡാണ് എല്ലാവരും ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ റെഡ് 100 മീറ്ററോളം നമുക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്ന് വിചാരിച്ച് പെട്ടെന്ന് ചോദിക്കാതിരിക്കേണ്ട. ഇന്ന് തന്നെ 10-12 മീറ്റർ നമ്മൾ ഇതിനകത്ത് കട്ട് ചെയ്ത് കൊടുത്തു. എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഇല്ലാത്തവർക്ക് റെഡ് വേണമെന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അതേപോലെ പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് ചോദിക്കണം. റേറ്റ് വരുന്നത് 150 ആണ്. നിങ്ങൾക്കറിയാം പ്യുർ കോട്ടൺ ആണ്. സാരിയായിട്ടോ ചുരിദാറായിട്ടോ ഫ്രോക്കായിട്ട് ഗൗണായിട്ട് എല്ലാത്തിനും പറ്റുന്ന ക്ലോത്താണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കോട്ടൻ്റെ ഇഷ്ടപ്പെടുന്നവർക്ക് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാം. കുഞ്ഞുങ്ങൾക്ക് ഉടുപ്പ് നല്ല മോഡലൊക്കെ സ്റ്റിച്ച് ചെയ്യാം. സാധാ ഈ സ്ലീവ് ഒന്നും ഇല്ലാതെ 400 കൊടുത്ത് നല്ല ഭംഗിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലോത്താണ്. മെറൂണിഷ് റെഡാണ്, നല്ല ഭംഗിയുള്ള ക്ലോത്താണ്. വെയർ ചെയ്യാനും നല്ലതാണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ നോക്കിയപ്പോൾ ഒരു റിംഗിൾ റയോണിൻ്റെ പീസ് കിട്ടി. ഇതിനോട് ഏകദേശം മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വരുന്ന ഒരു ക്ലോത്താണ്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇതും കൊണ്ട് ടോപ്പ് ചെയ്തിട്ട് ഇതും കൊണ്ട് നിങ്ങൾക്ക് യോക്കിന് കൊടുക്കാം. ഇല്ലെങ്കിൽ ഒരു കോട്ടായിട്ട് സ്ട്രഗായിട്ട് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പം ഇതും കൊണ്ടൊരു ടോപ്പ് മൊത്തത്തിലൊരു ഗൗൺ പോലെ സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് ഇത് നമുക്ക് അതിൻ്റെ മുകളിൽ കൂടി ഒരു സ്ട്രഗായിട്ട് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ഓണത്തിൻ്റെ സ്പെഷ്യലായിട്ട് നമ്മളാണ് ചെയ്യുന്നത്. നമ്മുടെ ഒരു കരവിരുതാണ് നമ്മൾ എങ്ങനെ മോഡലിൽ ഇറങ്ങണം എന്നുള്ളത് അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ അറിയുന്നവരൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഓണമാകുമ്പം നമുക്ക് കുറച്ചൊരു വെറൈറ്റി. എന്നും ചുരിദാർ, എന്നും എന്താ പറയുക പട്ടുപാവാട, പട്ടുളോസ്, അങ്ങനെ അല്ലാതെ ഇപ്പോൾ അങ്ങനെയൊന്നും അല്ലല്ലോ. എല്ലാ മോഡലും വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ പറ്റുന്നൊരു പക്ഷേ ഓണത്തിൻ്റെ സ്പെഷ്യൽ ക്ലോത്ത് ആട്ടോ ഇപ്പോൾ ഈ കോട്ടൻ്റെ ക്ലോത്ത്. അപ്പോൾ നല്ല കോട്ടൺ ആണ്, പ്യുർ കോട്ടൺ ആണ്. അപ്പോൾ ഓണത്തിന് പറ്റുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ക്ലോത്ത് ആണ്. റേറ്റ് വരുന്നത് 150, 44 ഇഞ്ച് വിട്ട്. അപ്പോൾ സാരിക്കും പറ്റും, ചുരിദാറിനും പറ്റും, ഉടുപ്പിനും പറ്റും, എല്ലാത്തിനും പറ്റും. ഇത് നമുക്ക് വരുന്നത് 90 റുപ്പീസേ ഉള്ളൂ. നല്ലൊരു മെറൂണിഷ് റെഡ് ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് കേട്ടോ ഇതിനകത്ത്. മെറൂണിഷ് റെഡ് ആയിട്ടുള്ള ബോട്ടത്തിൻ്റെ ക്ലോത്ത് അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ടോപ്പിന് വെച്ച് എന്തിനു വേണമല്ലോ. ഇനി ഇതും കൊണ്ട് നിങ്ങൾക്ക് ടോപ്പും ബോട്ടം അടിച്ചിട്ട് ഇത് ഷോളാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്നിട്ട് ഓണം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചുരിദാറാക്കാം. അത് നിങ്ങളുടെ ചോയ്സ് കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇത് നമ്മുടെ കോട്രൈ ആണ് കേട്ടോ. ആഷ് കളർ കോട്രൈ ആണ്. കോട്രൈ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ക്ലോത്ത് ആണ്. ആഷ് കളർ കോട്രൈ. ആഷ് എന്ന് പറഞ്ഞാൽ ഗ്രേ ആണ്. എന്നിട്ട് അതിനകത്ത് നിറയെ ഒരു വള്ളിയും പുള്ളിയായിട്ടുള്ള ഡിസൈനാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് നിങ്ങൾക്ക് ടോപ്പൊക്കെ വേണമെങ്കിൽ ചെയ്യാം, ഷർട്ടും ചെയ്യാം, എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലോത്ത് ആണ്. റേറ്റ് വരുന്നത് 170, 170 രൂപയാണ് കേട്ടോ. മീറ്ററിന് റേറ്റ് വരുന്നത് 58 ഇഞ്ചാണ് വിട്ട് വരുന്നത്. കോട്രോയ് കണ്ടോ? കോട്രോയ് എങ്ങനെയാണെന്ന് മനസ്സിലായോ? കോട്ടൺ കോട്രോയ് വരുന്നുണ്ട്, അല്ലാതെയുള്ള കോട്രോയും വരുന്നുണ്ട്. ഇത് അല്ലാതെ വരുന്ന കോട്രോയ് ആണ്. പ്യുർ കോട്ടൺ ആയിരിക്കില്ല കേട്ടോ. പക്ഷെ വേറെ ചെയ്യാൻ നല്ലതാ. ഇനി മഴക്കാലം അല്ലേ, ചെറിയ തണുപ്പൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. നമുക്ക് ഷർട്ടായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ തന്നെ ഒരു ഗ്രീൻ കളറ്, നല്ല അടിപൊളി ഒരു ഗ്രീൻ ആണ്. ഒരു പീക്കോ ഗ്രീനോടൊക്കെ ചേർന്ന ഒരു കളറാണ്. ഈ കോട്രോയുടെ ക്ലോത്തിന്റെ പ്രത്യേകത ഒരു പഫിങ് പോലെ ആയിരിക്കും. നല്ലൊരു ത്രെഡും കൊണ്ട് ഇങ്ങനെ പഫി പോലെ ആയിരിക്കും. നിങ്ങൾക്ക് അറിയാം, ഉപയോഗിക്കുന്നവർക്ക് അറിയാം. നല്ല ഭംഗിയിലുള്ളതാണ്. അപ്പം ഇതിൻ്റെ എനിക്കൊന്ന് പ്ലെയിൻ ക്ലോത്തുകൾ നമുക്കിവിടെ കുറേ അവൈലബിൾ ആണ്. നല്ല അടിപൊളി കോട്രോയ്. വിട്ട് വരുന്നത് 58 ആണ്. റേറ്റ് വരുന്നത് 170 ആണ് കേട്ടോ. എല്ലാത്തിനും പോകുന്നുണ്ട്, ലേഡീസിന് ജെൻസിന് എല്ലാത്തിനും പോകുന്ന ഒരു ക്ലോത്താണ് ഈ കോട്രോയ്. അപ്പം അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല. അടുത്തത് നോക്കാം. അടുത്തത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൊണ്ടുവന്നിട്ട് കുറേ പേർക്ക് കിട്ടാത്ത വീണ്ടും വന്നു റീസ്റ്റോക്ക്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതന്നെ ഡോട്ട് ചേച്ചി എനിക്കൊന്ന് കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച കാണിച്ചു തോന്നുന്നുണ്ട്. പക്ഷെ നന്നായിട്ട് മൂവിങ് ഉണ്ടായതുകൊണ്ടും ഒരുപാട് പേർക്ക് തികയാത്തതുകൊണ്ടും വീണ്ടും കാണിക്കുകയാണ്. നല്ലൊരു ഡെൽറ്റ ക്രിസ്റ്റാണ്, ഫുൾ ഡോട്ട് അല്ലേ, പോൾക്കാ ഡോട്ടിൽ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ക്ലോത്ത്. ഇനി ജെൻസിനും ലേഡീസിനും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലോത്താണ്. ഫ്രോക്കുകൾക്കൊക്കെ
ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ വീണ്ടും വീണ്ടും ചോദിച്ചിട്ട് ഒരുപാട് പേർക്ക് ഇല്ല എന്ന് പറയുന്ന ക്ലോത്ത് ആണ്. അപ്പൊ അതിന്റെ നല്ല ഗ്രേപ്പ് കളറാണ് കേട്ടോ, ഗ്രേപ്പ് കളറാണ്, നല്ല അടിപൊളി കളറാണ്. 58 ഇഞ്ച് വിട്ടുണ്ട്. ക്ലോത്തും നല്ല സ്മൂത്ത് ആയിട്ട് നല്ല അടിപൊളിയാണ്. 100 റുപ്പീസ് ആണ് കേട്ടോ, 100 രൂപ. അതിന്റെ ബ്ലാക്ക് വന്നിട്ടുണ്ട് 50 മീറ്റർ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ പെട്ടെന്ന് ചോദിക്കണം കേട്ടോ. 10 മീറ്ററും 15 മീറ്റർ ഒക്കെ ചോദിക്കുന്നവര്, കുട്ടികൾക്ക് ഉടുപ്പടിക്കാനും ഒക്കെ ചോദിക്കുന്നവർക്കൊക്കെ പറ്റുന്ന ഒരു ക്ലോത്ത് ആണ്. ഇതാ റേറ്റ് വരുന്നത് 100 റുപ്പീസ് ആണ്. 58 ഇഞ്ച് വിട്ട് ഉണ്ട് കേട്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള ക്ലോത്ത്. ബ്ലാക്ക് നമ്മൾ ഇടയ്ക്ക് കൊണ്ടുവരുന്നോണ്ട് ഞാൻ വല്ലാണ്ട് ഇങ്ങനെ പറയുന്നില്ല. അടുത്തത് വരുന്നത് ബ്ലൂ, അതിൻ്റെ തന്നെ നേവി ബ്ലൂ, ഡാർക്ക് നേവി ബ്ലൂ ആണ്. കണ്ടോ എന്ത് സ്റ്റൈലാണെന്ന് നോക്കിയോ ഡോട്ട് കാണാൻ. നല്ല നേവി ബ്ലൂവിൽ ഡാർക്ക് ബ്ലാക്കിനോട് ചേർന്ന നേവി ബ്ലൂ ആണ്. എന്നിട്ട് അതിനകത്ത് ഫുള്ളായിട്ട് ഡോട്ടാണ് കേട്ടോ, നല്ല സ്റ്റൈലായിട്ടുള്ള ഡോട്ടുകളാണ് കാണാൻ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറെ കസ്റ്റമേഴ്സ് പാർട്ടി വെയർ മാത്രമല്ല, ഇപ്പൊ ഡെയിലി യൂസിന്, അതായത് ഇപ്പൊ മഴക്കാലം ആകുമ്പോൾ നമുക്കൊരു പെട്ടെന്ന് ഉണങ്ങണം, അങ്ങനത്തെ അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്ലോത്ത് ആണ് കേട്ടോ. അപ്പൊ റേറ്റും കുറവാണ്. 100 റുപ്പീസുള്ള 58 ഇഞ്ച് വിഡ്ത്ത് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലോത്ത്. ലൈനിങ് കൊടുക്കണം നിർബന്ധമില്ല, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. പർച്ചേസ് ചെയ്യുന്നവർക്ക് ലൈനിങ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, കൊടുക്കണ്ടെങ്കിൽ കൊടുക്കണം, അത് നിങ്ങളുടെ ചോയ്സ്. പക്ഷെ നല്ല സൂപ്പർ ക്ലോത്ത് ആണ്. കുട്ടികൾക്ക് ഉടുപ്പൊക്കെ അടിച്ചാലൊക്കെ പെട്ടെന്ന് വേറെ നനഞ്ഞാലും പെട്ടെന്ന് ഉണങ്ങാനൊക്കെ ചാൻസ് ഉള്ള ഒരു ക്ലോത്ത് ആണ്. അപ്പൊ അതേപോലെ തന്നെ അതിന്റെ തന്നെ വേറൊരു മോഡലാണ് വരുന്നത്. ഒരു ഡൗവിനോട് ചേർന്ന് വരും, എന്നാലിട്ട് ഡെൽറ്റ ക്രഷും ആണ്. ഒരു ക്രഷ് ആയിട്ടുള്ള ക്ലോത്ത് ആണ്, എന്നാൽ സ്മൂത്തും ആണ് കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇത് നമുക്ക് കുറച്ചേ ഉള്ളൂ ക്ലോത്ത്. ഇതാ നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ആണ്. റേറ്റ് വരുന്നത് 100 ആണ്. നല്ല സ്മോൾ പ്രിന്റ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലോത്ത് ആണ് കേട്ടോ. ഇപ്പൊ നമുക്കൊരു ചെറിയ ബോട്ടം ക്ലോത്ത് കൂടെ കാണിച്ചാലോ. ഇത് വരുന്നത് കോട്ടൺ ആണ് കേട്ടോ. കോട്ടൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിൽക്ക് കോട്ടൺ എന്നൊക്കെ പറയത്തില്ലേ, കോട്ടൺ ആണ്, പ്യുവർ കോട്ടൺ ആണ്, പക്ഷെ ഗ്ലൈസിങ് ഉണ്ടാവും. അപ്പൊ നമുക്കിത് ബോട്ടമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതാ കേട്ടോ. അല്ല ഇനി ഇത് ടോപ്പ് ചെയ്തിട്ട് ഇത് സ്ട്രഗായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉള്ളിൽ ഇന്നറായിട്ട് ഇത് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് ഇത്, അതായത് നമ്മുടെ ഡെൽറ്റ ക്രഷിന് നമുക്ക് കോട്ടായിട്ട് ഉപയോഗിക്കാം. അങ്ങനെയൊന്നും പറ്റും കേട്ടോ, അതൊന്നും രസം ഉണ്ടാവും. അപ്പൊ പല പല മോഡലിൽ ചെയ്യാൻ പറ്റും. ഇതിന് ഇനി വേറൊരു വെറൈറ്റി ഒരു കളർ നമ്മുടെ ഉള്ളത് ഇതാണ്. ഇത് അത്ര കറക്റ്റ് അല്ല, എന്നാലും കുഴപ്പമില്ല, ഇതും കൂടെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇത് വരുന്നത് റയോൺ ആണ് കേട്ടോ, റയോൺ ക്ലോത്ത് ആണ്. റയോൺ വരുന്നത് 120 ആണ്. ഈ ക്ലോത്തിന് വരുന്നത് 140 ആണ്. ഇത് കോട്ടൺ ആണ്. ഒരുപാട് പേര് ബോട്ടം ചെയ്യാൻ വേണ്ടി ചോദിക്കുന്ന ക്ലോത്ത് ആണ് കേട്ടോ. ഇതാ കണ്ടോ. അപ്പൊ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ചെയ്യാം. ഇനി അല്ല ഈ ബോട്ടം ക്ലോത്ത് മാത്രം വേണമെങ്കിൽ അങ്ങനെയും തരാം. 140 ആണ് മീറ്ററിന് റേറ്റ് കേട്ടോ. അതിനകത്ത് തന്നെ വേറെ ഒരു കളറും കൂടി വരുന്നത് നമുക്ക് വൈറ്റ് വരുന്നുണ്ട്. വൈറ്റ് ഇതും അതേപോലെ തന്നെയാണ്, നല്ലൊരു കോട്ടന്റെ ക്ലോത്ത് ആണ്. കോട്ടൺ മീൻസ് സ്ലബ് കോട്ടൺ എന്ന് പറയത്തില്ലേ, സ്ലബ് കോട്ടൺ അല്ല, സിൽക്ക് കോട്ടൺ, കോട്ട സിൽക്ക് എന്നൊക്കെ പറയുന്നേക്കാം, കോട്ടൺ സിൽക്ക് എന്നൊക്കെ പറയും. അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള ക്ലോത്ത്. നമ്മുടെ അടുത്ത് ഇതിന് 140 വരുന്നുള്ളൂ, 140 രൂപ വരുന്നുള്ളൂ. ഇതും ഇതിന് ചേരും കേട്ടോ. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അപ്പൊ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 100 ആണ്. നിങ്ങൾക്ക് അറിയാലോ അല്ലെ, പ്രത്യേകിച്ച് പറയണ്ടല്ലോ. വിഡ്ത്ത് വരുന്നത് 58 ആണേ. അതിന്റെ തന്നെ നമുക്കൊരു വൈറ്റ് വരുന്നുണ്ട്. വൈറ്റും ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ കളറും ആഡ് ചെയ്യാൻ പറ്റും. ഇതാ റോസ്, വൈറ്റ് ഒക്കെ ബോട്ടമായിട്ട് ഉപയോഗിക്കാം. ഗ്രേപ്പ് കളറും എല്ലാം ബോട്ടമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇനി ഇത് മാത്രം വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ചെറിയ പ്രിന്റുകളാകുമ്പോൾ നല്ല ഭംഗിയല്ലേ കാണാൻ, നല്ല അടിപൊളിയായിട്ടുള്ള. ഇത് ഈ പീസുകൾ തന്നെയാണ്, ഞാൻ ജസ്റ്റ് അങ്ങോട്ട് മാറ്റുകയാണ് കേട്ടോ. റേറ്റ് വരുന്നത് 100 ആണ്. വിഡ്ത്ത് വരുന്നത് 58 ആണ് കേട്ടോ. അടുത്ത് വരുന്ന യെല്ലോ നമുക്ക് എത്ര കൊടുത്താലും തികയാത്ത ക്ലോത്ത് ആണ്. 58 ഇഞ്ച് വിഡ്ത്തും ഒരു ഡവിനോട് ചേർന്ന ഒരു ഡെൽറ്റ ക്രഷ് ആണ് കേട്ടോ. നല്ലൊരു സ്മൂത്ത് ആണ് ഇത്. കണ്ടോ നല്ല ഭംഗിയല്ലേ, നല്ല യെല്ലോ കളർ അല്ലേ, നല്ല സ്റ്റൈലൻ യെല്ലോ കളറാണ്. കാണാൻ നല്ല അടിപൊളിയാണ്. കണ്ടോ നല്ല അടിപൊളി കളറാണ്. റേറ്റ് വരുന്നത് 100 ആണ് കേട്ടോ. ഇതിനും നമുക്ക് ആ റോസ് കളറൊക്കെ ചേരും. ഇനി അടുത്ത റോസ് കളർ തന്നെ കാണിക്കാം. കണ്ടോ ഈ സ്മോൾ പ്രിന്റിന്റെ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് കേട്ടോ, സ്മോൾ പ്രിന്റ് കൊണ്ടുവരുമോന്ന്. അതുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത് സ്പെഷ്യലായിട്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ, എന്ത് സ്റ്റൈലാന്ന് നോക്കിയേ. നല്ല സ്മോൾ പ്രിന്റുകളാണ്, അടിപൊളിയാണ് കേട്ടോ കാണാൻ. റേറ്റ് വരുന്നത് 100 ആണ്. 58 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത്. അടുത്ത് നമ്മുടെ ഹക്കോബ വന്നിട്ടുണ്ട്. ഹക്കോബ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് കളറുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ തന്നെ ഇതാ നല്ലൊരു ഭംഗിയുള്ള വൈറ്റ് ആണ്. വൈറ്റ് കുറെ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, അപ്പൊ വൈറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഹോൾസ് ഹക്കോബയാണ്. ഹോൾസുകൾ കാണുന്നില്ലേ, ഹോൾസുകൾ കാണുന്നുണ്ട്. നല്ല ഭംഗിയിലുള്ള ക്ലോത്ത് ആണ്. ഇത് വരുന്നത് മിൽക്കി വൈറ്റ് ആണ് കേട്ടോ. ഓഫ് വൈറ്റ് എന്നും പറയാം, പ്യുവർ വൈറ്റ് അല്ല. ഒരു പ്യുവർ വൈറ്റ് മീൻസ് സൂപ്പർ വൈറ്റ് പോലെ ഒരു മിൽക്കി വൈറ്റ്, അങ്ങനത്തെ ഒരു ക്ലോത്ത്. ഇതിന് റേറ്റ് വരുന്നത് 150 ആണ്. വിഡ്ത്ത് വരുന്നത് 44 ഇഞ്ചാണ് കേട്ടോ. 44 ഉണ്ടാവില്ല, 43, 42, 42, 43 ഉണ്ടാവുള്ളൂ വിഡ്ത്ത്. 44 കറക്റ്റ് ഉണ്ടാവില്ല കേട്ടോ. എന്ന് വെച്ചാൽ രണ്ട് സൈഡിൽ നമുക്ക്
ഇങ്ങനെ പോകുന്നുണ്ടല്ലോ, കുറച്ച് ഭാഗങ്ങൾ പോകുന്നുണ്ട്. അവിടെ കൂട്ടിയിട്ട് വേണം നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ. അപ്പോൾ ഹോൾസ് അക്കോബ 150. ഇനി നമുക്ക് ഇച്ചിരി ഓഫർ കാണിച്ചാലോ. ഓഫർ വരുന്നത് ഇതാ. ഇപ്പം എന്താ വെച്ചാൽ ജോർജറ്റ് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ക്ലോത്താണ്. ജോർജറ്റിന്റെ ക്ലോത്ത് ഉണ്ടോ ചേച്ചി, ഇപ്പം എന്താ ജോർജറ്റ് കാണിക്കാത്തേ അങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഇപ്പോഴത്തെ ഈ സീസണിൽ നമുക്ക് ജോർജറ്റ് നല്ലതാണ് ഉപയോഗിക്കാൻ. വലിയ ചൂടും ഉണ്ടാവത്തില്ല. ചൂട് വേണ്ടല്ലോ, എന്ന് വെച്ചാൽ തണുപ്പല്ലേ ഇപ്പം മഴയാകുമ്പോൾ. അപ്പോൾ ആ തണുപ്പിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ക്ലോത്തുകളുമാണ് കേട്ടോ. നല്ല നേവി ബ്ലൂ ആണ്. എന്നിട്ട് അതിനകത്ത് നല്ല സെഞ്ചി റോസപ്പൂ പോലെ തോന്നും, പക്ഷെ സെഞ്ചി റോസ അല്ല, റോസപ്പൂ തന്നെയാണ് കേട്ടോ. വലിപ്പമുള്ള റോസപ്പൂക്കൾ, വലിയ ഓവർ വലിപ്പമല്ല, നല്ല അടിപൊളി ഡിസൈൻ ആണ്. നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് അതിനകത്താണ് കേട്ടോ. ഈ ഷെയ്ഡ് ആയിട്ടാണ് വരുന്നത് പൂക്കൾ. നല്ല സ്മൂത്ത് ആണ് ക്ലോത്ത്. അല്ലാതെ ഈ ചിലതുണ്ട് റഫായിട്ട് വരുന്ന ജോർജറ്റ്, അങ്ങനത്തെ എല്ലാം നല്ല സ്മൂത്താണ് ഈ ക്ലോത്ത് കേട്ടോ. ഈ ക്ലോത്തും ഇന്ന് കാണിക്കുന്നതൊക്കെ അങ്ങനെയാണ്. നല്ല സ്മൂത്ത് ആയിട്ടുള്ള നല്ല ഫ്ലോയിങ് ആയിട്ട് കിടക്കുന്ന ക്ലോത്തുകളാണ്. നിങ്ങൾക്ക് സാരിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ കട്ട് ചെയ്തിട്ട് എടുക്കണം. എന്ന് വെച്ചാൽ 58 ഇഞ്ച് വിഡ്ത്ത് ഉണ്ടായതുകൊണ്ട് സാരിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അത് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 44 ആക്കി കഴിഞ്ഞാൽ നമുക്ക് സാരിക്ക് ഉപയോഗിക്കാം. എന്നിട്ട് ഇതും കൊണ്ട് കുട്ടികൾക്ക് ചെറിയൊരു ഉടുപ്പോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ റേറ്റ് വരുന്നത് ഇന്ന് 80 റുപ്പീസ്. 120യുടെ ക്ലോത്താണ് നമ്മളിന്ന് 80 റുപ്പീസിന് തരുന്നത് കേട്ടോ. ഓഫറിലാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അടുത്തത് കാണിക്കാനുള്ളത് ഒരു ലൈറ്റ് പീച്ച് കളർ എന്നൊക്കെ പറയാം. റോസ് അല്ലേ, ലൈറ്റ് കളറാണ്, ലൈറ്റ് റോസ്. എന്നിട്ട് അതിനകത്ത് നോക്കി എന്തോ ഒരു സ്മാൾ പ്രിന്റ്, നല്ല സ്മോൾ ആയിട്ടുള്ള നിറയെ പ്രിന്റുകളാണ്. നല്ല സ്റ്റൈലാണ് കാണാൻ. ചെറിയ ചെറിയ പൂക്കൾ, നല്ല അടിപൊളിയായിട്ടുള്ള പൂക്കളാണ്. പച്ച ലീഫ് വരുന്നുണ്ട്, നീലപ്പൂക്കളും. നല്ല അടിപൊളി കളറാണ്. ഒരു ലൈറ്റ് റോസ്, ഡാർക്ക് റോസ് അല്ല, ലൈറ്റ് റോസ്. എനിക്ക് വന്ന് കുറച്ച് ചിലരൊക്കെ നല്ല സാരി ഉടുക്കാൻ, ഇങ്ങനെ ഫ്ലോയിങ് ആയി കിടക്കുന്ന ക്ലോത്തിന് സാരി ഉടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നല്ലതാണ് ഇത് സാരി ഉടുക്കാൻ. ചെറിയ പ്രിന്റും ആകുമ്പോൾ നല്ല ഭംഗിയല്ലേ. അപ്പോൾ ഇതാ ഒന്ന് കട്ട് ചെയ്താൽ മതി. 58നെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള സാരിയായിട്ട് യൂസ് ചെയ്യാം. നല്ല ലാസ്റ്റിങ് ചെയ്യുന്നതാണ്. ഒരിങ്ങനെ വലിഞ്ഞു പോകുന്നു അങ്ങനത്തെ ഒന്നും ക്ലോത്ത് അല്ല. നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ക്ലോത്താണ് ജോർജറ്റ്. റേറ്റ് പിന്നെ ഒരുപാട് ട്രാൻസ്പെറൻറ്റും അല്ല. നിങ്ങൾ വിചാരിക്കുന്ന ചിലതുണ്ട് നല്ല ട്രാൻസ്പെറൻറ്റ്, ആ മോഡലും അല്ല. പിന്നെ ഹെവി ജോർജറ്റ് വരുന്ന പോലെ അത്രയും തിക്നെസ്സും അല്ല. അപ്പോൾ നല്ല സ്മൂത്തായി ക്ലോത്ത്, നല്ല പിടിക്കുമ്പോൾ തന്നെ നല്ല സ്മൂത്തായിട്ട്, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ക്ലോത്ത്. നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ പറയാം. നല്ല എന്താ പറയുക, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഇങ്ങനെ നമുക്കിങ്ങനെ ജസ്റ്റ് ചെയ്ത് തൊടുമ്പോൾ തന്നെ അറിയാം നല്ല സ്മൂത്ത്, നല്ല ഫ്ലോയിങ് ആയിട്ടുള്ള ക്ലോത്താണ്. റേറ്റ് വരുന്നത് 80 റുപ്പീസാണ്. 80 രൂപ. ചെറിയ പൂക്കൾ. അപ്പോൾ ഒരു ഇനിയിപ്പോൾ അല്ലാതെ നിങ്ങൾക്ക് ഇനി ഒരു ടോപ്പ് ചെയ്യണം അല്ലെങ്കിൽ ഫ്രോക്ക് ചെയ്യണം, ഇതുകൊണ്ട് താഴോട്ടൊക്കെ ഫുള്ള് കൊടുക്കുക. ഒരു കോട്ട് പോലെ വേണമെങ്കിൽ ഒരു ബ്ലൂ കളറിൽ ചെയ്താൽ മതി. അങ്ങനെയൊക്കെ അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ഇനി ഉള്ളിൽ വേണമെങ്കിൽ ഇന്നറായിട്ട് ഒരു ബ്ലൂ കളർ അല്ലെങ്കിൽ ഒരു ഗ്രീൻ കളർ, അതായത് ഇതിനകത്ത് ചെറിയൊരു മെഹന്തി ഗ്രീൻ വരുന്നുണ്ട്. ആ മെഹന്തി ഗ്രീനും കൊണ്ട് ഉള്ളിലൂടെ ഒരു ടോപ്പ് ചെയ്തിട്ട് ഇത് പുറത്തോട്ട് ഗൗൺ പോലെ സ്രഗ് പോലെ അടിച്ചാൽ ഇപ്പം ആ ഒരു മോഡൽ പിന്നെ ട്രെൻഡായി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അങ്ങനെ ചെയ്താലും നല്ല ഭംഗി ഉണ്ടാവും. ഒരുപാട് വിലയുള്ളൊരു ടോപ്പ് ഇട്ട് പോകുന്ന വരെ നിങ്ങൾക്ക് ഒരു ഫീലിംഗ് തോന്നും. പക്ഷെ വലിയ റേറ്റ് ഒന്നും ആവില്ല. വൈറ്റിലും ചെറിയ പൂക്കൾ. ഈ ക്ലോത്തുകളൊക്കെ നല്ല അടിപൊളി ക്ലോത്ത് എന്ന് വെച്ചാൽ എന്ത് ഭംഗിയാണെന്നറിയാം കാണാൻ. ഓഫ് വൈറ്റ് ആണ്, പ്യുവർ വൈറ്റ് അല്ല കേട്ടോ, ഓഫ് വൈറ്റ് ആണ്. എന്നിട്ട് അതിനകത്ത് ചെറിയ ചെറിയ പൂക്കൾ, നല്ല മെറൂൺ കളറും ലൈറ്റ് നീല കളറ്, അങ്ങനെ നീലൊന്നും കാണുന്നില്ല, എന്ത് ചെറിയ ചെറിയ പൂക്കളാണ് കേട്ടോ. നല്ല സ്റ്റൈലാണ് കാണാൻ, നല്ല സ്റ്റൈലാണ്. അപ്പം ഇതും കൊണ്ട് നിങ്ങൾക്ക് ടോപ്പ്, കുട്ടികൾക്ക് ഗൗണ്, നല്ല ഫ്രില്ലിട്ടിട്ട് നല്ലൊരു ഗൗണൊക്കെ നടിച്ചു വയ്ക്കാം. നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അതിനൊക്കെ പറ്റുന്ന ഒരു ക്ലോത്താണ്. റെയിനി സീസൺ ആകുമ്പോൾ നല്ല നമുക്ക് പെട്ടെന്ന് നനയില്ല. നനയുന്നതിനൊക്കെ ഇത് ഉപയോഗിച്ച് പെട്ടെന്ന് ഉണങ്ങിക്കോളും കേട്ടോ. ഒരു ടെൻഷൻ ഇല്ലാതെ നിങ്ങൾക്ക് ഓഫീസിലൊക്കെ പോവാം. നമ്മളിപ്പോൾ എത്ര വണ്ടിയിലൊക്കെ പോകുന്നുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് പോകാനൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ എന്തായാലും നനയാൻ ചാൻസ് ഉണ്ട്. ഒന്നും വേണ്ടല്ലേ, നമുക്ക് റോട്ടിൽ കൂടെ തന്നെ ഇഷ്ടംപോലെ വെള്ളമല്ലേ, ഫുള്ള് ഇറങ്ങുന്നതേ വെള്ളത്തിലോട്ടായപ്പോൾ അല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിനൊക്കെ നനഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ പെട്ടെന്ന് ഉണങ്ങാനൊക്കെ നല്ല ക്ലോത്താണേ. ഇനി നമുക്ക് കുറച്ച് ഓണം ക്ലോത്ത് കാണാം. ഓണത്തിൻ്റെ സ്പെഷ്യലായിട്ടുള്ള സാരിക്ക് പറ്റും, ചുരിദാറിനൊക്കെ പറ്റും നല്ലൊരു ക്ലോത്ത്. പട്ടുപാവാടയൊക്കെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ഇതിനടിയിലോട്ട് ലൈനിങ് ഒക്കെ ഒന്ന് കൊടുത്തിട്ട് നല്ല ഭംഗിയാണ്, നല്ല ഫ്രില്ലായിട്ട് നിൽക്കുന്ന ഇത് പട്ടുപാവാടയ്ക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലോത്താണ്. അപ്പം നമുക്കിതാ താഴെ നോക്കിയാൽ അത്യാവശ്യം നല്ലൊരു ബോർഡർ ഉണ്ട്. ഫുള്ളായിട്ട് പൂക്കളാണ്. സാരിയായിട്ട് യൂസ് ചെയ്യാം. അതേമാതിരി ചുരിദാറായിട്ട്, കുട്ടികൾക്ക് ഫ്രോക്കായിട്ട് നല്ല ഫ്രില്ല് കൊടുത്തിട്ട് നല്ല പട്ടുപാവാടയായിട്ട്, ബ്ലൗസായിട്ട് ഒക്കെ നിങ്ങൾക്ക് എങ്ങനെ വേണം, ധാവണിയായിട്ട് ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല താഴ്ഭാഗത്ത് അത്യാവശ്യം നല്ല വലിയ ബോർഡറാണ്. മേളി വരുന്നത് ഇതാ ഇങ്ങനെ ഒരു ചെറിയ ബോർഡറാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്കൊരു ഗോൾഡൻ കളർ ബ്ലൗസ് വെയർ ചെയ്യാം, അല്ലെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ചോയ്സ്. അപ്പം നന്നായിട്ട് നല്ല അടിപൊളി ഒരു ബ്ലാക്ക് കളറാണ്. 140 ആണ് മീറ്ററിന്. അപ്പോൾ സാരിയായിട്ട് വേണമെങ്കിൽ സാരിയായിട്ട് ഓണത്തിന് നല്ല ഭംഗിയിൽ പോകാൻ, ഓണം എന്നല്ല എങ്ങനെ പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്ലോത്താണ്. നല്ല അടിപൊളിയാണ്. 140 ആണ് കേട്ടോ. അപ്പം ഇതിൻ്റെ തന്നെ അടുത്തൊരു കളർ നമുക്ക് കാണാനുള്ളത്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ കൂടെ നിറച്ച് പൂക്കളും ഉണ്ട് കേട്ടോ. പൂക്കൾ വർക്ക് കണ്ടോ, പൂക്കളുടെ
ഫുള്ളായിട്ട് വർക്കും ഉണ്ട്. അങ്ങനെയാണ് വരുന്നത്. ഇതാ നല്ല ലാവണ്ടർ കളർ, എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ ലാവണ്ടറിന്റെ കളർ കാണേ. അപ്പൊ നമുക്ക് ഇത് പട്ടുപാവാടയായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് 44 ഇഞ്ച് വിഡ്ത്ത് ഉണ്ട് കേട്ടോ. ഞാനത് നടുവേ മടക്കിയാണ് ഇരിക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. ഇതാ ഇപ്പൊ ഇത് പ്ലീറ്റ് ഒക്കെ ഇടാൻ ഇതാ ഇങ്ങനെ നന്നായിട്ട് പ്ലീറ്റ് ഇട്ടാൽ പട്ടുപാവാടയ്ക്കൊക്കെ നല്ല ഭംഗിയിൽ പ്ലീറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല സ്റ്റൈൽ ഉണ്ടാവും. പ്ലീറ്റ് ഇട്ടിട്ട് നിങ്ങളിങ്ങനെ അയൺ ചെയ്ത് വെച്ചാൽ മതി. നല്ല സ്റ്റൈലായിട്ട് പട്ടുപാവാടയായിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ റേറ്റ് വരുന്നത് 140 ആണ്. 44 ഇഞ്ച് വിഡ്ത്ത് ഉണ്ട്. ഫ്രോക്ക് എല്ലാം ചെയ്യാം. കുട്ടികൾക്ക് ഇനി നല്ല ഭംഗിയിൽ നല്ല ഞുറിയിട്ടൊരു ഫ്രോക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓണത്തിനൊക്കെ നല്ല സ്റ്റൈലായിട്ട് പോവാം. അപ്പം നമുക്ക് ഇതിൻ്റെ തന്നെ നമുക്കൊരു എന്താ കാണിച്ചൊരു ക്ലോത്ത് ഉണ്ടല്ലോ, അതിൽ നമുക്ക് പാൻറ് തുണി വന്നിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ. ഈ ഒരു കളർ ലൈനിങ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കളർ തന്നെ ആവും. ഇതാ കണ്ടോ, അപ്പം ഇങ്ങനെയാണ് വരുന്നത്. അപ്പം ഇത് നിങ്ങൾക്ക് ബോട്ടം ആക്കാം, ഷാളും ആക്കാം, അല്ലെങ്കിൽ ഇതും കൊണ്ട് ടോപ്പും ബോട്ടവും സ്റ്റിച്ച് ചെയ്തിട്ട് ഇത് ഷാളാക്കാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇടാം അല്ലേ, വെയർ ചെയ്യാം. എന്താ കാരണം എന്ന് വെച്ചാൽ റെഡിമെയ്ഡുകളല്ല, ഇത് റണ്ണിങ് ക്ലോത്തുകളാണ്. റണ്ണിങ് ക്ലോത്തുകൾ നമ്മൾ ഉണ്ടാക്കുന്ന മോഡലാണ് അല്ലേ. അപ്പോൾ ഇതും കൊണ്ട് നിങ്ങൾക്ക് ടോപ്പും ബോട്ടം ചെയ്ത് ഷാളാക്കി എടുത്തോ, അല്ലെങ്കിൽ ഇതും കൊണ്ട് സാരി ചെയ്യാം. അതേപോലെ തന്നെ ഇതും കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒരു കളർ ടോപ്പ് ചെയ്തിട്ട് ഇതും കൊണ്ട് ബോട്ടം ചെയ്യാം. ഇത് കോട്ടൺ ആണ്, 140 ആണ്. ഞാൻ മുമ്പേ കാണിച്ചില്ലേ കോട്ടൺ സിൽക്ക് എന്ന് പറയുന്ന ക്ലോത്ത്, അതാണിത്. 140 ആണ് മീറ്ററിന് റേറ്റ് വരുന്നത്. അപ്പൊ എല്ലാം ഒന്നും കറക്റ്റ് ആയിട്ട് നമുക്ക് ചേരുന്ന കളർ ഇല്ലെങ്കിലും ഞാൻ കുറച്ച് കളറുകൾ കാണിക്കാം. ഇതാ ഇതിന്റെ കൂടെ ഇത് കണ്ടോ, ലൈറ്റ് ലാവണ്ടർ. ഞാൻ ഇതിന് ചേർന്നല്ല പറയുന്നത്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അതായത് ഇതും കൂടി ടോപ്പ് ബോട്ടം ചെയ്തിട്ട് ഇത് ഷാളാക്കാം കേട്ടോ. അങ്ങനെ ബ്ലാക്കിനും പറ്റും കേട്ടോ, ഇത് ഷാളാക്കാനും അതിന് പറ്റും. പിന്നെ നമുക്ക് വരുന്നത് മെറൂൺ വരുന്നുണ്ട്. ഇതാ ബോട്ടം ക്ലോത്തുകൾ ഇല്ലേന്ന് ചോദിക്കാറുണ്ട്. ബോട്ടം ക്ലോത്തുകളുണ്ട്. സിൽക്കിന്റെ കോട്ടൺ സിൽക്കാണ്, കോട്ടൺ ആണ്, പ്യുവർ കോട്ടൺ ആണ്. അപ്പൊ നിങ്ങൾക്ക് വെയർ ചെയ്യാൻ നല്ലതാണ്. കുറച്ച് തിക്നെസ് ഉള്ള ക്ലോത്ത് ആണ്. അപ്പം നന്നായിട്ട് അടിച്ചു കഴിഞ്ഞാൽ നല്ല സ്റ്റൈലായിട്ട് നിൽക്കും കേട്ടോ. നല്ല ഒരു ഗ്ലൈസിങ് കൂടെ ഉണ്ടാകുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. അതിൻ്റെ തന്നെ ബ്ലാക്ക് വരുന്നുണ്ട്. ബ്ലാക്ക് ഇതാ, ആ ബ്ലാക്ക് നിങ്ങൾക്ക് ബോട്ടത്തിന് വേണമെങ്കിൽ ടോപ്പ്, നമ്മൾ ബ്ലാക്ക് ആദ്യം കാണിച്ചില്ലേ, അതിന് വേണമെന്നുണ്ടെങ്കിൽ ഇത് ബോട്ടമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. നല്ല ബ്ലാക്ക്. അല്ലാതെ ഇത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ 140 ആണ്. നിങ്ങൾക്ക് ടോപ്പ് ബോട്ടം ചെയ്തിട്ട് അത് ഷാളാക്കാം. അത് നിങ്ങളുടെ ചോയ്സ്, അങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു 3-4 കളർ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണോ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പർ ഇട്ട് 2 അതിനകത്തോട്ട് ഒന്നിനകത്തോട്ട് അയക്കുക. അപ്പൊ ഇവരെ ഒന്ന് മാറ്റട്ടെ. അതേപോലെ തന്നെ അടുത്തത് ഒരു ഒനിയൻ പിങ്ക് പോലത്തെ ഒരു കളറാണ്, നല്ല സ്റ്റൈലിനൊരു കളറാണ് കേട്ടോ. എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ കാണാൻ. അപ്പൊ ഇതിനും അതേപോലെ തന്നെ ഞാൻ ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നുവെച്ചാൽ നല്ല ഡാർക്ക് ആയിട്ടുള്ള കളറാണ്. ഇത് കണ്ടോ, കുറച്ച് വലിയ ബോർഡറാണ് വരുന്നത്. ഡൗണില് മേളി വരുന്നത് ചെറിയൊരു പട്ട. അപ്പൊ നമുക്ക് ഇതിനെ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഫ്രോക്കൊക്കെ ചെയ്യുന്നെങ്കിൽ അതുകൊണ്ട് സ്ലീവിന്റെ എൻഡിങ്ങിൽ അതേമാതിരി നെക്കിന് ഒക്കെ കൊടുത്താൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. നല്ല സ്റ്റൈലല്ലേ കാണാൻ. എന്താ കണ്ടോ, റേറ്റ് വരുന്നത് 140 ആണ് കേട്ടോ. മീറ്ററിന് 44 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത്. ഇന്നൊരു എല്ലാം കൂടെ ഇടകലർത്തി കാണിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ അതേപോലെ തന്നെ ഞാൻ ഇന്ന് കാണിക്കുന്നതിനൊക്കെ നിങ്ങൾക്ക് ആ ബോട്ടം ക്ലോത്തുകൾ എടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ജൂട്ട് സിൽക്കാണ് കേട്ടോ. ജൂട്ട് സിൽക്ക് ഒക്കെ ഒരു ഓണത്തിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ക്ലോത്തുകളാണ്. ജൂട്ട് സിൽക്ക് ജൂട്ടിന്റെ ക്ലോത്ത് ആണ്, പക്ഷെ ഒരു സിൽക്കിന്റെ പോലെയാണ്. നല്ലൊരു ഗ്ലൈസിങ് ഉണ്ട് ക്ലോത്ത്. കുറച്ച് റേറ്റ് ഉള്ള ക്ലോത്ത് ആണ്. 180 ആണ് നമ്മൾ ഇന്ന് കൊടുക്കുന്ന റേറ്റ് കേട്ടോ. 180. പക്ഷെ ഒരു ഗ്ലൈസിങ് ഒക്കെ ഉണ്ട്, നല്ല സൂപ്പറാണ്. അപ്പൊ ലൈനിങ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ജൂട്ട് ക്ലോത്ത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ. ഇതാ അതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ കാണിക്കാം കേട്ടോ. ഇങ്ങനെയാണ് ഒരു ചെക്സ് പോലെ ത്രെഡിൽ ഇങ്ങനെ വരുന്നുണ്ട്. ഒരു സിൽക്ക് ആണെന്ന് വെച്ചാൽ സിൽക്ക്, നല്ലൊരു കോട്ടൺ ആണെന്ന് വെച്ചാൽ കോട്ടൺ, അങ്ങനെയൊക്കെ ഒരു ക്ലോത്ത് ആണ്. പക്ഷെ ഒതുങ്ങി കിടക്കുന്ന ക്ലോത്ത് ആണ് കേട്ടോ. വല്ലാണ്ട് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ക്ലോത്ത് ഒന്നും അല്ല. ജൂട്ട് സിൽക്ക് എന്നാണ് ഇത് പറയുന്നത്. ഞാൻ സ്പെഷ്യലായിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് കാണിക്കാം നിങ്ങളെ കേട്ടോ. നല്ലൊരു ലൈറ്റ് റോസിനകത്ത് നല്ല ഡാർക്ക് റോസ് പൂക്കള്. ഇതും കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു കളർ റോസ് കളർ ഷോൾ ഉണ്ടെങ്കിൽ അതേമാതിരി ബോട്ടം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. മെറൂൺ കളർ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ്. നല്ല അടിപൊളിയായിട്ടുള്ള പ്രിന്റ് ആണ് കേട്ടോ. കാണാൻ എന്ത് സ്റ്റൈലാന്ന് നോക്കിയാൽ കാണാൻ. അപ്പൊ ഇന്ന് സാരിയായിട്ട് എടുക്കാൻ പറ്റുന്ന, അതായത് കുറച്ച് തിക്നെസ് ഉള്ള ക്ലോത്ത് ആണ്. സാരിക്ക് പറ്റില്ല, നിങ്ങൾക്ക് ബ്ലൗസിന് പറ്റും. ഓണത്തിന്റെ സാരി ഉണ്ടല്ലോ ക്രീം കളർ, അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഉപയോഗിക്കാം ബ്ലൗസ് ആയിട്ട് കേട്ടോ. അതിനൊക്കെ പറ്റും. പിന്നെ എന്താ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, എല്ലാം ഇതിനകത്ത് ഗ്രീൻ വരുന്നുണ്ട്, റോസ് വരുന്നുണ്ട്, ലൈറ്റ് റോസ്, ഇങ്ങനെ എല്ലാം വരുന്നുണ്ട്. ഇത് പ്രിന്റ് വരുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാ നല്ലൊരു തണ്ട് റോസപ്പൂവും കുറച്ച് മൊട്ട് റോസപ്പൂക്കളും. നല്ല അടിപൊളിയായിട്ടുള്ള പ്രിന്റാണ്. ചെറിയ പ്രിന്റാണ് കേട്ടോ, വലിയ ഓവർ പ്രിന്റുകളല്ല, ചെറിയ പ്രിന്റുകളാണ്. അവിടെ നല്ല സ്റ്റൈലുണ്ട് കാണാൻ. എന്നിട്ട് ഈ ചെക്സ് പോലെ വരുന്നുണ്ട്. ജൂട്ടിന്റെ അറിയാലോ, ജൂട്ടിനൊരു പ്രത്യേക ഒരു ക്ലോത്ത് അല്ലേ. ജൂട്ട് സിൽക്കാണ് കേട്ടോ, പ്യുർ കോട്ടൺ അല്ലേ, ഒരു സിൽക്കിന്റെ മിക്സിംഗ് ഉണ്ട്. അതിന്റെ തന്നെ നമുക്ക് വേറൊരു കളർ, യെല്ലോ കളർ, യെല്ലോ എന്ന് പറയാൻ പറ്റുമോ, ഒരു ഗ്രീൻ ഷെയ്ഡും യെല്ലോയും കൂടെ മിക്സ്ഡ് ആയിട്ട് ഇതാ നല്ലൊരു ജൂട്ടിന്റെ പറയുക ജൂട്ടിന്റെ തന്നെ ക്ലോത്ത് ആണ്. അതേ സെയിം ക്ലോത്ത് തന്നെയാണ്, പക്ഷെ കളർ വരുന്നത് യെല്ലോയും ലൈറ്റ് യെല്ലോ ആണ് കേട്ടോ. ഇത് കാണാൻ ഭംഗിയുള്ളൊരു കളറാണ്. അപ്പൊ ഇതിന് നമുക്ക് ഇതേപോലെ തന്നെ
പല കളർ ഇപ്പം ഞാൻ കാണിച്ചല്ലോ, ബോട്ടം ക്ലോത്തുകളൊക്കെ കാണിച്ചില്ലേ, മെറൂൺ കളർ കാണിച്ചു, ബ്ലാക്ക് കളർ കാണിച്ചു, വൈറ്റ് കളർ കാണിച്ചു. ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ബോട്ടമായിട്ട് ഷാളായിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഷോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും അതേമാതിരി ജീൻസിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടോപ്പാണ്. ഷർട്ടായിട്ട് ഉപയോഗിക്കാം. ഷർട്ടിനൊക്കെ നല്ലതായിരിക്കും കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റുമാണ്. ഒരു വെറൈറ്റി കളറാണ്. ഒരു ഗ്രീനും യെല്ലോയും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കളറാണ്. നല്ലൊരു യെല്ലോയും അല്ല എന്നാലൊരു ഗ്രീനും അല്ല, അങ്ങനെ നല്ല സ്റ്റൈലായിട്ടുള്ളൊരു കളറാണ്. എന്നിട്ട് അതിനകത്ത് ഫുള്ളായിട്ട് ഇങ്ങനെ പൂക്കൾ അവിടെ ജൂട്ട് സിൽക്കാണ് കേട്ടോ. ഒരു വെറൈറ്റിയാണ്, ഒരു വെറൈറ്റി ക്ലോത്താണ്. അതേപോലെ തന്നെ നോക്കിയാൽ അതിൻ്റെ തന്നെ വേറൊരു കളറാണ്. ഇതൊക്കെ കണ്ടിട്ട് നല്ലൊരു ഭംഗിയാട്ടോ. അത് വെറൈറ്റികളാണ് ഒക്കെ. ഒരു ഗ്രീനാണ് വരുന്നത്. ഗ്രീൻ എന്ന് വെച്ചാൽ എന്ത് ഗ്രീനാ, ഒരു വെറൈറ്റി കണ്ടോ. അതിനകത്ത് പൂക്കളൊക്കെ ഉണ്ട്. ഒരു നല്ല സ്റ്റൈൽ അത് കാണാൻ. ഇങ്ങനെ വേറെ ചെയ്ത് പോയ ഒരു നല്ലൊരു കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഡിസൈനിൽ ഇങ്ങനെ ഇട്ട് പോകുന്ന മാതിരി നോക്കും. ജൂട്ടിൻ്റെ ക്ലോത്താണ്, സിൽക്കാണ്. ഒരു എന്താ പറയുക, ലൈറ്റ് കളർ ഡാർക്ക് കളർ അങ്ങനെയാണ് വരുന്നത്. അതിൻ്റെ ഇടയിൽ കൂടി ഇതൊക്കെ പൂക്കളാണ്, പക്ഷെ നമുക്ക് പൂക്കളാന്ന് അങ്ങനെ കാണില്ല. അങ്ങനത്തെ ഒരു ഡിസൈനാണ്. ഈ ചെക്സ് പോലെ വരുന്നുണ്ട്, ജൂട്ടിൻ്റെ ആ ചെക്സ് പോലെ വരുന്നതുകൊണ്ട് നല്ലൊരു സ്റ്റൈലായിട്ടുള്ള ക്ലോത്ത്. ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത്. ബാക്ക് സൈഡ് ജസ്റ്റ് കാണിക്കാം. ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇനി ഞാൻ പറഞ്ഞേ ഉള്ളൂ, ഒരു ഗ്ലൈസിങ് ഉണ്ട്. അപ്പോൾ ഈ ക്ലോത്തിന് റേറ്റ് വരുന്നത് 180 ആണ്. 44 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത് കേട്ടോ. അടുത്തത് വരുന്നത് ഇതാ നമ്മുടെ ചെക്സ് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഷർട്ടിനും എല്ലാത്തിനും എന്താ ചേച്ചി ചെക്സ് കാണിക്കുന്നില്ല? ഒരുപാട് പേര് എനിക്ക് സ്പെഷ്യലായിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ച് ചോദിക്കും കേട്ടോ, എന്താ ചേച്ചി അങ്ങനത്തെ കാണിക്കുമോ ഇങ്ങനത്തെ കാണിക്കുമോ എന്നൊക്കെ. അപ്പം ഞാനിത് ഇതാ നല്ലൊരു ചെക്സ്. ഇത് നമുക്ക് 60ഓളം വരുന്നുണ്ട് വിഡ്ത്ത്. ഇതാ നമുക്ക് 58 മതി. 58ൻ്റെ ആണ് പറയുന്നത്. 60ഓളം ഉണ്ട്. ഇത് വിഡ്ത്ത് നമുക്ക് കുറച്ച് കൂടുതലുണ്ട്. 58 ഇഞ്ച് വിഡ്ത്ത്. നല്ല അടിപൊളി ചെക്സ് ആണ് കേട്ടോ. ബ്ലാക്ക് ആൻഡ് റെഡ് ചെക്സ് ആണ്. ബ്ലാക്ക് വരുന്നുണ്ട്, റെഡ് വരുന്നുണ്ട്, മെറൂൺ വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു ചെക്സ്. അപ്പോൾ ഇതെന്ത് ചെയ്യണം, നിങ്ങളൊരു ഫാമിലിക്ക് ഫുള്ളായിട്ട് എടുക്കാം. ജെൻസിന് ഷർട്ട് അടിക്കാം, ലേഡീസിന് കുർത്തി അടിക്കാം, മക്കളുണ്ടെങ്കിൽ മക്കൾക്ക് ഫ്രോക്കും ചെയ്യാം. കുഴപ്പമില്ല. ഇപ്പോഴത്തെ മോഡലുകളൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയാണ്. ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല തിക്നെസ് ഉള്ള ക്ലോത്താണ്. 150 ആണ് റേറ്റ് വരുന്നത്. 150 രൂപ കേട്ടോ. ചെക്സിൽ നല്ല അടിപൊളി. ഇപ്പോൾ ഷർട്ട് മോഡലാണ് ലേഡീസും എല്ലാവരും ഇടുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലോത്താണ്. കോട്ടൺ ടൈപ്പാണ് കേട്ടോ. അപ്പം ഷർട്ടിന് അറിയാലോ, തിക്നെസ് ഒക്കെ ഉള്ള നല്ലൊരു അടിപൊളി ക്ലോത്താണ്. റേറ്റ് വരുന്നത് 150 ആണ്. അതിൻ്റെ തന്നെ ഒരു പീസും കൂടെ കാണിക്കാം. എന്താ റെഡിൽ ചെക്സ് ആണ് കേട്ടോ. കണ്ടോ, ഒരു ഗോൾഡൻ ലൈനും കൂടി വരുന്നുണ്ട്. ഇതിനെ നല്ല അടിപൊളി. അപ്പോൾ ഷർട്ട് ചെയ്യാം, കുട്ടികൾക്ക് ചെയ്യാം, വലിയവർക്കും ചെയ്യാം. എല്ലാം കോട്ടൺ ആണ്, കോട്ടൻ്റെ ടൈപ്പാണ്. നല്ല അത്യാവശ്യം തിക്നെസ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് അറിയാം, ചെക്സുകൾ നമ്മൾ കൊണ്ടുവരുന്നത് എത്ര കൊണ്ടുവന്നാലും പെട്ടെന്ന് തീരുന്ന ചെക്സുകളാണ്. കണ്ടോ, നല്ല സ്റ്റൈലായിട്ടുള്ള റെഡിൽ ബ്ലാക്കും ഗ്രീനും വരുന്നുണ്ട്. ഡാർക്ക് ഗ്രീൻ വരുന്നുണ്ട് തോന്നുന്നു. അങ്ങനത്തെ ഒരു നല്ല ഭംഗിയിലുള്ള ഒരു ഡിസൈനാണ് കേട്ടോ കാണാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇതും ലേഡീസിനും ജെൻസിനും എല്ലാം ഉപയോഗിക്കാം. 150 ആണ് കേട്ടോ റേറ്റ്. 58 ഇഞ്ച് വിഡ്ത്തും ഉണ്ട്. കണ്ടോ, നല്ല സ്റ്റൈലും ക്ലോത്താണ്. റേറ്റ് വരുന്നത് 150 കേട്ടോ. അപ്പം ഇന്നത്തെ ക്ലോത്തുകൾ എല്ലാം അടിപൊളി ക്ലോത്തുകൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പർച്ചേസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.